നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. മല്ലപ്പള്ളിയിൽ സൈബർ തട്ടിപ്പിനുള്ള നീക്കം വീണ്ടും. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷിന്റെ മൊബൈലിലേക്കാണ് പണം ആവശ്യപ്പെട്ട് അജ്ഞാതന്റെ ഫോൺ സന്ദേശം എത്തിയത്. വാട്സപ്പ് വഴി അജ്ഞാത കോൾ എത്തിയത് ശനിയാഴ്ച ഉച്ചയോടെ. സിന്ധു സുഭാഷിന്റെ മൊബൈലിലേക്ക് ഭർത്താവ് സുഭാഷിന്റെ പേര് ചോദിച്ചാണ് കോൾ വന്നത്. സംസാരത്തിൽ അപകടം മണത്ത സുഭാഷ് പോലീസിൽ വിവരമറിയിച്ചു. പിന്നീട് കോൾ വന്നെങ്കിലും ഭയം മൂലം എടുത്തില്ലെന്ന് സിന്ധു പറഞ്ഞു. എനിക്കൊരു ഫോൺ വന്നു. അത് വാട്സപ്പ് വോയിസ് കോൾ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വന്ന കോളാണ്. അപ്പം ഞാനത് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഹിന്ദിയിലാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സുഭാഷ് എന്നുള്ള ആ പേര് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ തിരിച്ച് മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് സുഭാഷ് എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞു നോക്കി. അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാതെ എൻ്റെ ഹസ്ബൻഡ് സുഭാഷ് ആണ്, അദ്ദേഹമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെ വിളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ അതൊക്കെ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ലാംഗ്വേജ് എനിക്ക് ഫ്ലൂവൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് കറക്റ്റായിട്ട് മറുപടി പറയാനും പറ്റുന്നില്ലായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവരെന്നോട് റൂഡായിട്ടല്ല ബിഹേവ് ചെയ്തത്, എങ്കിലും ഒരു എന്താ പറഞ്ഞ ശബ്ദത്തിനും അവരുടെ സംസാരത്തിനും ഒക്കെ ഒരു കർക്കശ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നി ഇത് ഒരു ഉദ്യോഗസ്ഥനല്ല എന്നുള്ളത്. പെട്ടെന്ന് ഞാൻ ഈ ഫോണിനകത്ത് നോക്കിയപ്പോൾ പാകിസ്ഥാനിൽ നിന്നും CBI നിന്നും പോലീസിന്റെ ഒരു വേഷമുള്ള ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതൊരു ഓൺലൈൻ തട്ടിപ്പ് ആയിരിക്കാം എന്നുള്ളത്. കാരണം ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഹസ്ബൻഡ് അല്ല, എൻ്റെ ഹസ്ബൻഡാണെന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ഇങ്ങനെ ദേഷ്യം മാതിരി സംസാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ലെന്ന് മനസ്സിലാക്കി. പിന്നീട് എനിക്ക് അടുപ്പിച്ചൊരു 3 കോളോളം വന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പൊലിത്തയിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘം വലിയൊരു തുക തട്ടിയെടുത്തത്. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഓർമ്മയിലുണ്ടായിരുന്ന സിന്ധുവും സുഭാഷും സമയോചിതമായി ഇടപെട്ടതിനാൽ വലിയ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.